السلام عليكم ورحمة الله وبركاته. تفسير درس 43. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച തുടങ്ങുന്നത് അൽ അസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. സൂറത്തുൽ അസ്ർ മക്കിയയാണ്, അഥവാ ഹിജറക്ക് മുമ്പ് ഇറക്കപ്പെട്ട സൂറകളിൽപ്പെട്ടതാണ്. വളരെ അർത്ഥഗാംഭീര്യമുള്ള അധ്യായമാണ് ഈ അധ്യായം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ലൗലം തുൻസൽ അലൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, ഇല്ലാ ഹാദിഹി സൂറ, ഈ അധ്യായമല്ലാതെ മറ്റൊന്നും തന്നെ ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, ലകഫത്തുഹും, അവർ നന്നാവാൻ ഈ അധ്യായം തന്നെ ധാരാളം മതിയായതാകുന്നു. മുസ്ലിമീങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഈ അധ്യായമല്ലാതെ ഒന്നും തന്നെ ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ അധ്യായം തന്നെ ധാരാളമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം 114 സൂറകളുണ്ട്. ആ അധ്യായങ്ങളിൽ തന്നെ വലിയതും ചെറിയതുമായ അധ്യായങ്ങളുമുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ 286 സൂക്തങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ വലിയ സൂക്തങ്ങളും ധാരാളം സൂക്തങ്ങളുമുള്ള അധ്യായങ്ങളും എന്നാൽ ചെറിയ അധ്യായങ്ങളുമുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ വളരെ ചെറിയൊരു അധ്യായത്തെക്കുറിച്ചാണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഖുർആനിൽ മറ്റൊന്നും ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ അധ്യായം തന്നെ മുസ്ലിമീങ്ങൾ നന്നാകാൻ ധാരാളം എന്ന്. അപ്പോഴാണ് ഈ അധ്യായത്തിൻ്റെ അർത്ഥഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെയല്ല ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും പരിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓതിയിരുന്ന അധ്യായമായിരുന്നു സൂറത്തുൽ അസ്ർ. ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, മഹാനവറുകൾ പറയുന്നു, കാന റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖയാ ലം യഫ്തരിഖാ ഇല്ലാ അലാ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി സൂറത്തുൽ അസ്ർ ഇലാ ആഖിരിഹാ ثم يسلم അഹദുഹുമാ അലൽ ആഖർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ നിന്ന് 2 പേർ സമ്മേളിച്ചു. അവർ സംസാരിക്കേണ്ടത് സംസാരിച്ചു തീർന്നു. എന്നാൽ അവർ വിട പറയുന്നതിന് മുമ്പ് ഈ അധ്യായം പാരായണം ചെയ്യും. തല മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് എന്നിട്ട് മാത്രമേ സലാം പറഞ്ഞുകൊണ്ട് പിരിയുമായിരുന്നുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനും
മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അവർ അത് ചെയ്തിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. അപ്പൊ എത്രമാത്രം അർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളുന്നതാണ് ഈ അധ്യായം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ അത് ചില്ലറയല്ല, നമുക്കറിയാമല്ലോ. ഉസൂലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ലഹാ മആനിൻ കമൗജിൽ ബഹ്രി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി വലാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്താരി ബിസ്സഅമി. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാഖ്യാനങ്ങൾ അത് സമുദ്ര തിരമാലകൾക്ക് സമാനമാണ്. അത്രയും ഗാംഭീര്യവും അതോടൊപ്പം തന്നെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റാത്തതുമാകുന്നു. മാത്രമല്ല, അതിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നാം ഊളിയിട്ടാൽ ഒരു മനുഷ്യ ബുദ്ധിക്ക് അത് കണ്ടെത്താൻ കഴിയുകയില്ല. അത്രയും വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ആ ആശയങ്ങൾ മുഴുവനും കൊണ്ടുവരാൻ വേണ്ടി സ്വഹാബത്ത് പാരായണം ചെയ്തിരുന്ന അധ്യായം സൂറത്തുൽ അസ്റാണ് എന്ന് വരുമ്പോൾ ഈ അധ്യായം ചില്ലറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഉള്ളറകളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.